ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ശ്രീമദ്ഭാഗവത മഹാപുരാണം ദ്വിതീയ സ്കന്ധം 2-ാം അധ്യായം 13-ാമത്തെ ശ്ലോകം ഇപ്പോൾ പറയണു. ശ്രീഹരേ ഗുരുവായൂരപ്പ. ഓം ഏകൈകശോങ്കാനി ധിയാനുഭാവയേൽ പാദാദിയാവധാസിതം ഗദാഭൃതം ജിതം ജിതം സ്ഥാനം അപോഹ്യ ധാരയേൽ പരം പരം ശുദ്ധ്യതി ധീർയഥാ യഥാ. ഏറ്റവും പ്രധാനം അതാണ്. എന്തിന് രൂപധ്യാനം ചെയ്യണം? നമ്മൾ 9-ാമത്തെ ഭാഗമായിട്ടാണ് ഇത് പറയണത്. 9-ാമത്തെ ഭാഗം എന്ന് പറയുമ്പോൾ തന്നെ ദേഹശുദ്ധി. അപ്പോൾ ദേഹശുദ്ധി മാത്രം പോരാ, മനഃശുദ്ധിയും കിട്ടും എന്നതാണ്. അതൊരത്ഭുത. ഗദാഭൃത, ഗദ ധരിച്ചതായിട്ടുള്ള, ഗദയെ ധരിച്ചതായിട്ടുള്ള ആ ഭഗവാന്റെ പാദാദി. അവിടെ ഗദ എന്ന് ഉദ്ദേശിച്ചത്, ഗദ എന്താ? ശത്രുക്കളെ ഇല്ലാണ്ടാക്കാനാ. അപ്പോൾ നെഗറ്റീവ്സ്, അവിദ്യാദി ദോഷങ്ങൾ മുഴുവൻ തീർക്കാം. അപ്പോൾ ഗദ ധരിച്ചതായിട്ടുള്ള ആ ഭഗവാന്റെ പാദാദി യാവത് ഹസിതം. പാദാദി കേശം കേശാദിപാദം എന്നാണ് പറയുക. പക്ഷേ അതങ്ങനെയല്ല. പാദം മുതൽ മുകളിലേക്ക് കേശം വരെ ആ മുകുടം ഉണ്ടല്ലോ, ഒരു മുടി മകുടായിട്ടൊക്കെ ഇട്ട് അതിൻ്റെ ആ കൃഷ്ണമുടി, ആ കിരീടം. അങ്ങനെ ആ കിരീടത്തിൻ്റെ മുകളിൽ വനമാലി കണ്ട് അതൊക്കെ കഴിഞ്ഞ് താഴേക്ക് വന്ന് മുഖത്തിലൂടെ വന്ന് ആ പ്രസന്ന മുഖം ഉണ്ടല്ലോ, പുഞ്ചിരി, ചുണ്ടുകൾ, അതും കൂടി അവിടെ എത്തിയാലേ ഈ പാദാദി കേശമാവുള്ളൂ. അതേപോലെ തന്നെ കേശത്തിൽ നിന്നല്ല തുടങ്ങുക, ഈ പുഞ്ചിരിയിൽ നിന്നാ തുടങ്ങുക. പുഞ്ചിരി, കാരുണ്യ, നോട്ടം, കേശം, രത്ന, കിരീടം, എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ. അങ്ങനെ ക്രമേണയായിട്ട് താഴെ വന്ന് പാദം കഴിഞ്ഞ് വീണ്ടും മുകളിലോട്ട് പോയിട്ട് ഈ കേശം കഴിഞ്ഞ് ഈ പുഞ്ചിരി വരെ എത്തണം. കാരുണ്യ, നോട്ടം, പുഞ്ചിരി, അതാണ്. അപ്പോൾ അവിടെ പാദാദി യാവത് ഹസിതം, അത് ഏത് വരെയാണോ ഈ ഹാസം വരെ അംഗാനി അവയവങ്ങളെ ഏകൈകശ ഓരോന്നായിട്ട് ധിയാം ബുദ്ധി കൊണ്ട് അനുഭാവയേത്. അപ്പോൾ ഇങ്ങനെ ഭാവന ചെയ്യണം. എങ്ങനെയാണ് ഭാവന ചെയ്യേണ്ടത്? കാലിൽ ഒരു കൂട്ടുണ്ട്, നഖം തൊട്ടുള്ള ഇന്നലെ പറഞ്ഞു. അപ്പം അങ്ങനെ കാലുണ്ട്, വിരലുണ്ട്, പുറവടിയുണ്ട്, ഞെരിയാണിയുണ്ട്, ഈ കണങ്കാലുണ്ട്, മുട്ടുണ്ട്, തുടയുണ്ട്, ഇങ്ങനെ കാല്. അത് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെതായിട്ടുള്ള നാഭി, പൊക്കിള്, അങ്ങനെയല്ലേ. അതേപോലെ 3 വലികളോട് കൂടിയുള്ള രോമരാജികൾ, കുഴിഞ്ഞ വയറ്, പിന്നെ വക്ഷസിലേക്ക് അങ്ങോട്ട് കയറി മാറ്, അതിവിസ്തൃതമായിട്ടുള്ള മാറ്, ഇങ്ങനെ ക്രമേണയായിട്ട് മുകളിലേക്ക് കയറണം. അങ്ങനെ ശംഖ് കഴുത്തും, ക്രമേണയായിട്ട് മിനുസമുള്ള ആ കവിളും, പൂപ്പുഞ്ചിരിയും, ഉയർന്നതായിട്ടുള്ള മൂക്കും, കാരുണ്യനോട്ടവും, ഈ സൃഷ്ടിയാദികൾ നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഭ്രൂ, പുരികങ്ങൾ, അതേപോലെ ആജ്ഞാശക്തിയിൽ, ആജ്ഞാചക്രത്തിൽ ഈ ഭഗവാന്റേതായിട്ടുള്ള മേധാശക്തി മുഴുവൻ. അത് നമുക്കും ഭഗവാൻ തരുന്നത് അങ്ങനെ തന്നെയാണ്. അതേപോലെ നമ്മുടേതായിട്ടുള്ള ദുഃഖങ്ങൾ കേൾക്കുന്ന ചെവി, ഇങ്ങനെ നമ്മെ കൺട്രോൾ ചെയ്യുന്നതായിട്ടുള്ള കൈകൾ ഉൾപ്പെടെ മുഴുവനും പാലനം ചെയ്യുന്നതായിട്ടുള്ള പാലകനായിട്ടുള്ള ഭഗവാന്റെ കേശാദിപാദം, പാദാദി കേശം മുഴുവൻ ധ്യാനിക്കുക. അങ്ങനെ ധ്യാനിച്ചാലോ ജിതം, അപ്പോൾ ജയിക്കപ്പെട്ടു. ആ സ്ഥാനത്തെ അപോഹ്യ, അതെല്ലാം വിട്ടിട്ട് അങ്ങനെ ഓരോന്ന് കിട്ടി. അത് അങ്ങനെ ഓരോന്നും വിട്ട് പരം അങ്ങനെ ക്രമേണയായിട്ട് മുകളിലേക്ക് എത്തിയിട്ട് ബുദ്ധി യഥാ എപ്രകാരത്തിലാണോ ഈ ബുദ്ധി, മനസ്സ്, മനോബുദ്ധി, അഹങ്കാര, ചിത്തം ശുദ്ധ്യതി, അതുവരെ. അപ്പോൾ ധ്യാനം എവിടം വരെയാണ് വേണ്ടത്? എല്ലാ കർമ്മങ്ങളും മനഃശുദ്ധി കിട്ടുന്നത് വരെ മാത്രമേ വേണ്ടൂ. ജ്ഞാനം നേടൽ മനഃശുദ്ധി കിട്ടാനാണ്, കർമ്മം ചെയ്യൽ മനഃശുദ്ധി കിട്ടാനാണ്. ഇപ്പോൾ ഈ ധ്യാനം ചെയ്യൽ അത് മനഃശുദ്ധി കിട്ടാനാണ്. മനഃശുദ്ധി കിട്ടിക്കഴിഞ്ഞാലോ ഭഗവാനല്ലാതെ കണ്ട് വേറെ യാതൊന്നുമില്ല എന്ന ഭാവത്തിലേക്ക് നമ്മളെ എത്തിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഏകൈകശ ഓരോന്നായിട്ട് ഓരോരോ പ്രത്യേകം വേണമെന്നർത്ഥം. അതാണ് അംഗാനി അവയവങ്ങളെ
ധിയ ബുദ്ധി കൊണ്ട് അനുഭാവയേത് നന്നായിട്ട് തന്നെ അനുഭവിക്കണം, ഭാവന ചെയ്യണം. അപ്പോൾ ഭാവന ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ഇൻക്ലൂഡഡ് ആവണം, ഇൻവോൾവ്ഡ് ആവണം. അപ്പോഴാണ് നമുക്ക് അതിൻ്റേതായിട്ടുള്ള പൂർണ്ണ ഫലത്തെ തിരിച്ചു കിട്ടുള്ളൂ. അപ്പം നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടില്ല. പക്ഷെ അത് ഭഗവാന്റേതാവുമ്പോൾ നമുക്ക് അതിൽ നിന്നും ഓരോന്നിൽ നിന്നും ഓരോന്ന് കിട്ടാനുണ്ട്. ആ ഓരോന്നിനെ എടുക്കുകയാണ് വേണ്ടത്. അതാണ് നമ്മൾ ഇൻവോൾവ്ഡ് ആവണമെന്ന് പറയാനുള്ള കാരണം. കയ്യിൽ ഇന്ദ്രാദി ദേവകളുണ്ട്, ദേവകളിൽ നിന്നാണ് നമുക്ക് കിട്ടേണ്ടത്. കാലിൽ വിഷ്ണു ഉണ്ട്, വിഷ്ണുവിലേക്കാണ് നമുക്ക് ചേരേണ്ടത്. വക്ഷസിൽ ലക്ഷ്മിയുണ്ട്, ആ ലക്ഷ്മിയിൽ നിന്നാണ് വസ്തുക്കളെ നമുക്ക് കിട്ടേണ്ടത്, വായു ഉൾപ്പെടെയുള്ള സകലതും. അപ്പം ഇങ്ങനെ വേണം ഏകൈകശ അംഗാനി ധിയ അനുഭാവയേത്, ഇങ്ങനെ ഭാവന ചെയ്യണം. പാദാദി യാവത് ഹസിതം, അതാണ് ആ വാക്ക്. പാദം തൊട്ടിട്ട് ഈ പുഞ്ചിരി വരെ മുകളിലേക്ക് പോയിട്ട് താഴേക്ക് വന്ന് പുഞ്ചിരിയിൽ നിർത്തണം. തുടക്കം കേശാദിപാദം എന്ന് പറയുമ്പോൾ തുടക്കം പുഞ്ചിരിയിൽ നിന്നാണ് തുടങ്ങുക. എന്നിട്ട് കാരുണ്യനോട്ടം വഴി ഈ കേശം കഴിഞ്ഞ് ക്രമേണ താഴത്തേക്ക് വന്ന് കാലും കഴിഞ്ഞ് മുകളിലേക്ക് തന്നെ വീണ്ടും പോയിട്ട് തിരിച്ച് പുഞ്ചിരി വരെ. അതാണ് യാവത് ഹസിതം. പാദാദി യാവത് ഹസിതം ഗദാഭൃത. എന്താ കാരണം? നമ്മുടെ ശത്രുക്കളായിട്ട് ഈ അവിദ്യകൾ 72 എണ്ണം ഉണ്ട്. അപ്പോൾ അവിദ്യ തീർക്കാൻ വേണ്ടിയിട്ടാണ്, സംശയവും നിഷേധവും തീർക്കാൻ വേണ്ടിയിട്ടാണ്. അസൂയ മാത്സര്യ ഈർഷ്യ അവമാന ക്ഷുത് പിപാസാദി സകല ഷഡൂർമി ഷഡ്വൈരി ഷഡരി ഒക്കെ തീർക്കാനാണ്. പാപവാസന കർമ്മവാസന കാമബാക്കി കർമ്മബാക്കി ഒക്കെ ഉണ്ട്, അതൊക്കെ ഒഴിവാക്കാനാണ്. നെഗറ്റീവ്സ് 72 എണ്ണം ഉണ്ട്, അത് മുഴുവൻ തീരും. ഗതാഭൃത, അതിനാണ് ഗത. ഇനി ജിതം ഇങ്ങനെ ഓരോന്നിനെ കണ്ട് അതിനൊക്കെ നമ്മൾ ജയിച്ചു എന്ന് കൂട്ടുക. നമുക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചു, നമ്മൾ അതിൽ നിന്നുള്ള അനുഗ്രഹത്തെ കിട്ടി. അങ്ങനെയാണെങ്കിൽ സ്ഥാനം അപോഹ്യ, അങ്ങനെ ഓരോന്നായിട്ട് അതിനെ ഉപേക്ഷിക്കാം. കാരണം ഈ കിട്ടിയത് നമുക്ക് അതേ വേണ്ടു, അത് കഴിഞ്ഞാൽ അടുത്ത് തീർക്കുക. അങ്ങനെ എടുത്ത് ഓരോന്നായിട്ട് കിട്ടിയതിൻ്റെ ശേഷം ഓരോന്നിനെയും ഒഴിവാക്കിയിട്ട് അപോഹ്യ ഒഴിവാക്കിയിട്ട് ധാരയേത് ക്രമേണയായിട്ട് ധാരണ ചെയ്തുകൊണ്ടേ വരണം. ഇനി ഒന്നിച്ച് ധാരണ ചെയ്യാം, അത് നമ്മൾ ആദ്യം പറഞ്ഞു. പിന്നെ അംഗം സൂക്ഷ്മമായിട്ട്, അതായത് ഇന്നത്തെ പോലെ സ്പെഷ്യലൈസേഷൻ വേണം. ഇടത്തെ കണ്ണ് ഓപ്പറേഷൻ ചെയ്യുള്ളൂ വെച്ചാൽ ആ ഡോക്ടർ അങ്ങനെയാണ്. അപ്പം അത്രയ്ക്ക് ഉണ്ടെന്നർത്ഥം. സൂക്ഷ്മമായിട്ട് നമ്മൾ അതിലേക്ക് എത്തണം. അണോരണീയാൻ മഹതോ മഹിയാന്നാ. അപ്പം ഈ അണുവിലേക്ക് നമ്മൾ എത്തണം. അത്ര സൂക്ഷ്മമായിട്ട് ചെയ്താലേ നമുക്ക് ഈ ജ്ഞാനം പൂർണ്ണമാവുള്ളൂ. സംശയഗ്രന്ഥി ഭേദനം നടക്കണോ, ഇങ്ങനെ വേണം. അതുകൊണ്ട് ജിതം സ്ഥാനം അപോഹ്യ ധാരയേത്. പിന്നെയോ പരം ശുദ്ധ്യതി. ഇങ്ങനെ ഓരോന്നായിട്ട് അതിൻ്റെ മാക്സിമത്തിൽ മേൽക്കുമേലുള്ള ഈ ഒരു കിട്ടലിനെ സ്വീകരിച്ചതിൻ്റെ ശേഷം പിന്നെന്താ സംഭവിക്കുക? ശുദ്ധ്യതി. എന്താ ശുദ്ധീകരിക്കേണ്ടത്? ധീഹി, ബുദ്ധിയെ, മനോബുദ്ധി അഹങ്കാര ചിത്തത്തെ മുഴുവൻ ശുദ്ധീകരിക്കണം. അപ്പോഴാണ് സാക്ഷി നമ്മളെ അനുകൂലിക്കുള്ളൂ. ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. യഥാ എപ്രകാരത്തിലാണോ ശുദ്ധി കിട്ടുക. ഇനി മറ്റൊന്ന് ആചാര്യന്മാർ പറയാറുണ്ട്, അതായത് ഏത് അംഗത്തെയാണോ നമുക്ക് കൂടുതൽ ഇഷ്ടം ആ അംഗത്തെ സ്മരിച്ചാൽ മതി. അപ്പോൾ പാദാദികേശം മുഴുവനും സ്മരിക്കുക. അതിനുശേഷം നമുക്ക് ഭഗവാന്റെ ഏറ്റവും ഇഷ്ടം ആ കാരുണ്യ നോട്ടാണ്. ഞാൻ ആ കണ്ണുകളിൽ നിന്ന് പിന്നെ കണ്ടെടുക്കാറില്ല. പുഞ്ചിരി അങ്ങോട്ട് കണ്ടാലേ പിന്നെ എനിക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് പാദമാണ്, തൃപ്പാദമാണ് എനിക്കിഷ്ടം, ഞാൻ ആ പാദത്തിൽ നിന്ന് കണ്ടെടുക്കാറില്ല. ഇങ്ങനെ അതിൽ ഉറപ്പിച്ചോളൂ എന്നാണ്. അത് ആചാര്യന്മാർ പ്രത്യേകം പറയാറുണ്ട്. കാരണം ഈ വീക്ഷണകോൺ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ വീക്ഷണകോണിൽ നമ്മുടെ ഭാവമാണ്. അതിനൊക്കെ അർത്ഥവ്യത്യാസങ്ങളുണ്ട്, അത് മുഴുവൻ പറയാൻ ഒട്ടും വശമല്ല. കാരണം ഒന്ന് കീഴ്പ്പെടുക എന്നുള്ള ഭാവമാണ് പാദം, തുല്യത സഖ എന്നുള്ള ഭാവമാണ് കണ്ണ്. അപ്പോൾ പലതും ഓരോന്നിനും ഓരോ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ആ വ്യത്യാസങ്ങളും കൂടി നമ്മൾ അറിഞ്ഞിട്ട് വേണം. അപ്പോൾ അത് പറയാൻ അത്ര വശമല്ല, കുറച്ചധികം ഉണ്ട്. ഇനി
എത്ര സൂക്ഷ്മമായിട്ടാണ് ഈ വ്യാസൻ നമുക്ക് ഓരോ വാക്കുകളും ഇതിൽ ചേർത്തിരിക്കുന്നത്. അത്ഭുതവും. ഭാഗവതത്തിൽ, ദേവി ഭാഗവതത്തിൽ ഈ ഭർത്താവിനാണ് പ്രായം കൂടേണ്ടത്, ശരീരത്തിൻ്റെ വലിപ്പം കൂടേണ്ടത്, ഉയരം കൂടേണ്ടത്, വിദ്യ കൂടേണ്ടത്, ധനം കൂടേണ്ടത്, ഇങ്ങനൊരു വ്യംഗ്യ ഭാഷ കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെ നമ്മൾ എത്ര കാലമായിട്ട് ഇത് ചെയ്തു തരുന്നതാ. പക്ഷേ നമ്മൾ അതിൽ നിന്ന് അത് എടുക്കണമെങ്കിൽ അതായിട്ട് ചിന്തിച്ചാൽ മാത്രമേ അത് കിട്ടുള്ളൂ. 8ാമത്തെ സ്കന്ധത്തിലാണ്, 12ഓ 13ഓ മറ്റേ അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത്രയും കൂടുതൽ എല്ലാ കാര്യങ്ങളും വ്യാസൻ ശ്രദ്ധിക്കുന്നു. അതാണ് പുരാണ പരിചയം വേണമെന്ന് പറയാൻ കാരണം. ഈ സനാതനധർമ്മം നശിപ്പിക്കലും ഇതൊന്നുമല്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഈ ജീവിതത്തിൻ്റെ എത്രത്തോളം അതിനെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത്രയും ഉന്നതിയിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രം പോരാ. ഈ അടിത്തറ വേണം എന്നുള്ളതാണ്. ഈ അടിത്തറ പലർക്കും സാന്ദർഭികമായിട്ട് കിട്ടുന്നത് പൂർവജന്മത്തിലെ കർമ്മങ്ങളുടെ സുഹൃതത്തിൻ്റെ ഫലമായിട്ടാണ്. പരസ്പരം കൂട്ടി യോജിപ്പിച്ചുകൊണ്ടും അതേപോലെ തന്നെ ശത്രുക്കളെ നശിപ്പിച്ചുകൊണ്ടും ഇതിനെ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുന്നത്, ഈ കാലത്ത് ഇന്നത് വേണം എന്ന് ഭഗവാൻ നിശ്ചയിച്ചു, ആ ആളെ കൊണ്ട് അതാത് സംഘങ്ങളിൽ ഏർപ്പെടുത്തിച്ചുകൊണ്ട് അത് ചെയ്യിക്കുന്നത് ഈ പൂർവജന്മത്തിൻ്റെ ബാക്കി, അത് ഭഗവാൻ കൂട്ടി യോജിപ്പിക്കുന്നതാണ്. അപ്പം അങ്ങനെ നമ്മളെയും കൂട്ടി യോജിപ്പിക്കണമെങ്കിൽ ഈ ജന്മത്തിൽ നമുക്കത് കിട്ടാത്തത് കൊണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉപാസന ചെയ്യണം. അപ്പം ഈ അടിത്തറയാണ് ഭാഗവതം, പുരാണങ്ങൾ മുഴുവൻ. നമുക്കിപ്പോൾ വേദത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റില്ല. വേദത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു വേദത്തിന് 2 വ്യാഖ്യാനം, ഋഗ്വേദത്തിന് 2 വ്യാഖ്യാനം ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ 2 വായിച്ചാലും നമുക്ക് അത്ര ഗ്രഹിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് അതിനെ കുറച്ച് പഠിക്കാൻ തുടങ്ങി. ഇപ്പോൾ പഠിക്കണില്ല, അപ്പോൾ അതിന് സമയമില്ല. അപ്പോൾ നമ്മൾ നിസ്സാരരാണ് എന്ന് മനസ്സിലാകുന്നത് ഇതിൻ്റെ ഈ ബാഹുല്യം കാണുമ്പോഴാണ്. നമുക്കാകെ ഇത്തിരിയേ ഉള്ളൂ. ആ ഇത്തിരിയെ കച്ചവടവൽക്കരിക്കുക, എന്നിട്ട് അതിൽ കേമത്വം കിട്ടുമ്പോൾ അതിനെ അംഗീകരിക്കുക, അത്രയേ ഉള്ളൂ. എത്ര ബൃഹത്താണ് ഭാഗവതം, പുരാണം, മറ്റേ ശാസ്ത്രം, ഉപനിഷത്ത്, ഇതിഹാസം, വേദം, എന്തെല്ലാം. രാമായണത്തിൻ്റെ തന്നെ 2 ഭാഷകളാണ് നമുക്കുള്ളത്. ജ്ഞാനവാസിഷ്ടം, യോഗവാസിഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അതിബൃഹത്താണ് അതൊക്കെ. നമുക്കൊന്നും അവിടേക്ക് എത്താൻ പറ്റില്ല, അത്രയും കൂടുതലാണ്. നാരദ പഞ്ചസൂത്രം പോലെയുള്ള പലതും നമ്മെ വിനീതരാക്കുവാൻ വേണ്ടിയിട്ട് ഈ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഭഗവാൻ ഓരോരുത്തരെ കൊണ്ട് നിങ്ങളത് അങ്ങനെ ചെയ്യൂ. ശങ്കരാചാര്യ ചെയ്തും അത് തന്നെയാണ്. അപ്പം ഇങ്ങനെ എപ്പോഴാണോ നാം ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവൻ നമ്മുടെ മനഃശുദ്ധിക്ക് കാരണമാകുന്നത്, അത് നേടാനാവണം നമ്മുടെ ഈ പുരാണ പരിചയം. ഓരോ തവണ വായിക്കുമ്പോഴും കൂടുതൽ എന്തെങ്കിലും നമുക്ക് കിട്ടണു എന്നുള്ളതാണ്. അത് എല്ലാ പുരാണത്തിനും അങ്ങനെ കിട്ടിക്കൊള്ളുന്നില്ല കേട്ടോ. ഭാഗവതത്തിൽ അത് പ്രത്യേകമായിട്ട് കാണും ചെയ്യാം. അപ്പം അതുകൊണ്ട് ഏകൈകശോങ്കാനി, ഓരോരോ അംഗങ്ങളെ പ്രത്യേകമായിട്ട് ധ്യാനിക്കുക. ധിയ അനുഭാവേത്, അത് അനുഭാവന ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് അനുഭാവന ചെയ്യണം. അത് വിത്തൗട്ട് ബ്രേക്ക്, അജസ്രം വേണം. അനുഭാവേതാണ്. പാദാദി ആവധാസിതം, അതും പ്രത്യേകമാണ്. പാദം മുതൽ ഹാസം വരെയാണ്. പാദാദി കേശം എന്ന് പറയുമ്പോൾ കേശത്തിൻ്റെ അവിടെ നിർത്താറില്ല, താഴത്തേക്ക് വന്നിട്ട് പ്രമാണം ഇവിടെയാണ്. 2ാമത്തെ സ്കന്ധത്തിൽ 2ാമത്തെ അധ്യായത്തിൽ 13ാമത്തെ ശ്ലോകത്തിൽ 2ാമത്തെ വരിയിലാണ്. അപ്പോൾ ഇതൊരു പ്രമാണമാണ്. പാദാദി യാവത് ഹാസിതം ഗതാഭൃത, ശത്രുക്കളെ മുഴുവൻ ഇല്ലാണ്ടാക്കാൻ. ഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ധാരണ, ഒരു ഗത ഉണ്ടല്ലോ, അതല്ല ഗത. അതിൻ്റെ നിറച്ച് മുനകളാണ്. ആ കുത്തായിട്ടുള്ള, അല്ലെങ്കിൽ മറ്റേ മുള്ളമ്പന്നീരം അതില്ലേ, അതുപോലെയാണ്. അത് മുഴുവൻ ഈ ലക്ഷക്കണക്കിന് നമ്മുടേതായിട്ടുള്ള നെഗറ്റീവ്സാണ്.
ആ നെഗറ്റീവ്സിനെ മുഴുവൻ ഇല്ലാണ്ടാക്കാൻ സാധിക്കും. അതിനാണ് ഗത. അങ്ങനെ ഗതാഭൃത ഇങ്ങനെ ഓരോന്നും ജിതം ജിതം അതിങ്ങനെ കിട്ടി നമുക്ക് ഓരോന്നോരോന്നായിട്ട് കിട്ടുകയാണ്. ആ കിട്ടുമ്പോൾ നമ്മുടെ നെഗറ്റീവ്സ് ഇങ്ങനെ ഇല്ലാണ്ടാവുക. അങ്ങനെ ഒരു സ്ഥാനത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അതിനെ അപോഹ്യ, ആ സ്ഥാനം പിന്നെ ഉപേക്ഷിക്കുക. ഏതംഗമായാലും ഉപേക്ഷിക്കുക. ധാരയേത് ഇങ്ങനെ ധരിക്കുക. എന്നിട്ടോ പരം ഇതൊക്കെ ഈ മാക്സിമത്തിൽ കിട്ടുമ്പോൾ ശുദ്ധ്യതി ധീഹി, അങ്ങനെ ബുദ്ധി മനസ്സ് അത് പൂർണ്ണമായിട്ട് ശുദ്ധമായി എന്ന് കൂട്ടുക. യഥാ എപ്രകാരത്തിലാണോ അങ്ങനെ. എന്നിട്ട് ഒടുക്കം ഒരു അംഗത്തിൽ നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് ഉറപ്പിക്കണം. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരണ്ട, അതിൽ നിന്നാൽ മതി. ഭഗവാനിൽ ലയിക്കാൻ വേറെ യാതൊന്നും വേണ്ട എന്നാണ്. അവിടേക്കൊന്നും ഇപ്പോൾ നമ്മൾ എത്തില്ല, പക്ഷെ നമുക്ക് ഒന്ന് ചെയ്യാം. ഭഗവാന്റെ തൃപ്പാദമാണ് ഞാൻ സ്ഥിരം പൂജിക്കുന്നത്. പൂജാമുറിയിൽ തൃപ്പാദം വയ്ക്കുക, പൂജാമുറിയിൽ കണ്ണ് വയ്ക്കുക. കണ്ണുകൾ 2 കണ്ണുകളായിട്ട്, ഒറ്റ കണ്ണ് വയ്ക്കരുത്. അതേപോലെ ശിവനെയാണ് വെച്ചാൽ അപ്പം 3 കണ്ണ്. വിഷ്ണുവിന് 3 കണ്ണുണ്ട്, ഒന്ന് ഗോപ്യമായിട്ട് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ ചുണ്ടുകളാണെങ്കിൽ പുഞ്ചിരി അതാണെങ്കിൽ അത് വയ്ച്ചോളാം, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. ഏകൈകശോങ്കാനിധിയാനുഭാവേൽ പാദാദിയാവത് ഹസിതം ഗതാഭൃത ജിതം ജിതം സ്ഥാനം അപോഹ്യധാരയേൽ പരം ശുദ്ധ്യതി ധീർയഥാ യഥാ. ഇങ്ങനെ 13ാമത്തെ ശ്ലോകം 9ാമത്തെ ഭാഗമായിട്ട് ഇപ്പോൾ പറഞ്ഞു. നാരായണ നാരായണ.